ശമൂവേലിന്റെ 1-ാം പുസ്തകം 28-ാം അധ്യായം. ആ കാലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടവെട്ടേണ്ടതിന് തങ്ങളുടെ സേനകളെ ഒന്നിച്ചുകൂട്ടി. അപ്പോൾ ആഖീഷ് ദാവീദിനോട്, നീയും നിന്റെ ആളുകളും എന്നോടുകൂടി യുദ്ധത്തിനു പോരേണം എന്നറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറെ ദാവീദ് ആഖീഷിനോട്, അടിയൻ എന്ത് ചെയ്യും എന്ന് നീ കണ്ടറിയും എന്ന് പറഞ്ഞു. ആഖീഷ് ദാവീദിനോട്, അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എൻ്റെ മേയ്ക്കാവലാക്കും എന്ന് പറഞ്ഞു. എന്നാൽ ശമൂവേൽ മരിച്ചുപോയിരുന്നു. ഇസ്രായേലെല്ലാം അവനെക്കുറിച്ച് വിലപിച്ച് അവൻ്റെ സ്വന്തം പട്ടണമായ രാമയിൽ അവനെ അടക്കം ചെയ്തിരുന്നു. ശൗലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തു നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. ശൗലും എല്ലാ ഇസ്രായേലിനെയും ഒന്നിച്ചുകൂട്ടി ഗിൽബോവയിൽ പാളയമിറങ്ങി. ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ടു ഭയപ്പെട്ട് അവൻ്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ശൗൽ യഹോവയോട് ചോദിച്ചാറെ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമരുളിയില്ല. അപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ ഭൃത്യന്മാർ അവനോട്, ഏന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് 2 ആളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണം എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തു നിന്ന് ഛേദിച്ചു കളഞ്ഞത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എൻ്റെ ജീവന് കെണിവയ്ക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യഹോവയാണ്, ഈ കാര്യം കൊണ്ട് നിനക്കൊരു ദോഷവും ഭവിക്കുകയില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന്, ശമൂവേലിനെ വരുത്തി തരയണം എന്നവൻ പറഞ്ഞു. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ശൗലിനോട്, നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗൽ ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട്, അവൻ്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ അത് ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമരുളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്നുത്തരം പറഞ്ഞു. അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അമാലേക്കിൻ്റെ അവൻ്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെ ആകും. ഇസ്രായേൽ പാളയത്തെ യഹോവ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ നിലത്ത് വീണ് ശമൂവേലിന്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു പോയി. അവനിലൊട്ടും ബലമില്ലാതെയായി. അന്ന് രാവും പകലും മുഴുവൻ അവനൊന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ശൗലിന്റെ അടുക്കൽ വന്ന് അവൻ ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നത് കണ്ട് അവനോട്, അടിയൻ നിന്റെ വാക്ക് കേട്ട് ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് നീ എന്നോട് പറഞ്ഞ വാക്ക് അനുസരിച്ചിരിക്കുന്നുവല്ലോ. ആകയാൽ അടിയന്റെ വാക്ക് നീയും കേൾക്കണമേ. ഞാനൊരു കഷണം അപ്പം നിന്റെ മുമ്പിൽ വയ്ക്കട്ടെ, നീ തിന്നേണം. എന്നാൽ നിന്റെ വഴിക്ക് പോകുവാൻ നിനക്ക് ബലമുണ്ടാകും എന്ന് പറഞ്ഞു. അതിനവൻ, വേണ്ട, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവൻ്റെ ഭൃത്യന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു. അവൻ അവരുടെ വാക്ക് കേട്ട് നിലത്തു നിന്ന് എഴുന്നേറ്റ് മെത്തമേലിരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവ് ഉണ്ടായിരുന്നു. അവൾ ക്ഷണത്തിൽ അതിനെ അറുത്ത് മാവും എടുത്ത് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവൾ അത് ശൗലിൻ്റെയും ഭൃത്യന്മാരുടെയും മുമ്പിൽ വെച്ചു. അവർ തിന്ന് എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ പോയി. ശമൂവേലിന്റെ 1-ാം പുസ്തകം 29-ാം അധ്യായം. എന്നാൽ ഫെലിസ്ത്യർ തങ്ങളുടെ സേനകളെല്ലാം അഫേക്കിൽ ഒന്നിച്ചുകൂട്ടി ഇസ്രായേലിലും ഇസ്രായേലിലുള്ള ഉറവിനരികെ പാളയമിറങ്ങി. അപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 100 1000 കടന്നു. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും പിൻപടയിൽ ആഖീഷിനോട് കൂടെ കടന്നു.
ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഈ എബ്രായർ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ആഖീഷ് ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട്, ഇവൻ ഇസ്രായേൽ രാജാവായ ശൗലിൻ്റെ ഭൃത്യനായിരുന്ന ദാവീദല്ലയോ? ഇത്ര നാളായി, ഇത്ര സംവത്സരമായി അവൻ എന്നോടുകൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ചതു മുതൽ ഇന്നുവരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു, നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുവാൻ അവനെ മടക്കി അയക്ക. അവൻ നമ്മോടുകൂടി യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. ഈ ആളുകളുടെ തലകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തൻ്റെ യജമാനെ പ്രസാദിപ്പിക്കുന്നത്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനപ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് പറഞ്ഞു. എന്നാറെ ആഖീഷ് ദാവീദിനെ വിളിച്ച് അവനോട്, യഹോവയാണേ, നീ പരമാർത്ഥിയും പാളയത്തിൽ എന്നോടുകൂടെയുള്ള നിന്റെ ഗമനാഗമനങ്ങൾ എനിക്ക് ബോധിച്ചതുമാകുന്നു. നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ ഞാൻ നിന്നിൽ ഒരു ദോഷവും കണ്ടിട്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നിന്നെ ഇഷ്ടമല്ല. ആകയാൽ നീ ചെയ്യുന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമായി തോന്നാതിരിക്കേണ്ടതിന് സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ദാവീദ് ആഖീഷിനോട്, എന്നാൽ ഞാൻ എന്തു ചെയ്തു? എൻ്റെ യജമാനായ രാജാവിൻ്റെ ശത്രുക്കളുടെ നേരെ ഞാൻ ചെന്ന് പൊരുതിക്കൂടാതെ വണ്ണം നിന്നോടുകൂടെ ഇരുന്ന നാൾ മുതൽ ഇന്ന് വരെ നീ അടിയനിൽ എന്തു കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആഖീഷ് ദാവീദിനോട്, എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, അവൻ ഞങ്ങളോടുകൂടി യുദ്ധത്തിന് പോരരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിന്നോടുകൂടെ വന്നിരിക്കുന്ന നിന്റെ യജമാനൻ്റെ ഭൃത്യന്മാരായി നന്നാ രാവിലെ എഴുന്നേറ്റുകൊള്ളുക. അധികാലത്ത് എഴുന്നേറ്റ് വെളിച്ചമായ ഉടനെ പൊയ്ക്കൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു. ഇങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും ഫിലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഫിലിസ്ത്യരോ ഇസ്രായേലിലേക്ക് പോയി. ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിഗ്ലാഗിലെത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിഗ്ലാഗും ആക്രമിച്ച് സിഗ്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തി അഹീനോവും കർമ്മേൽക്കാരൻ നാബാലിൻ്റെ ഭാര്യയുമായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന് 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയി. ദാവീദ് വലിയ കഷ്ടതയിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചുകൊണ്ടിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് അഹീമേലെക്കിൻ്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട്, ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബേസോർ തോട്ടിങ്കലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബേസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നു ചെന്നു. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ട് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവന് 1 കഷ്ണം അത്തിയടയും 2 ഉണക്ക മുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ, ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിൻ്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എൻ്റെ യജമാൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾ ക്രേത്യരുടെ തെക്കേ നാടും യഹൂദ്യ ദേശവും കാലേബിൻ്റെ തെക്കേ ദിക്കും ആക്രമിച്ചു. സിഗ്ലാഗ് ഞങ്ങൾ തീ വെച്ച് ചുട്ടുകളഞ്ഞു. ദാവീദ് അവനോട്,
ആ പരീക്ഷയുടെ അടുക്കിലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ, നീ എന്നെ കൊല്ലുകയോ എൻ്റെ യജമാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കിലേക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ കൂട്ടി ചെന്നപ്പോൾ അവർ ഭൂതലത്തിലെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫെലിസ്ത്യ ദേശത്തു നിന്നും യഹൂദിയ ദേശത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടകപ്പുറത്തും കയറി ഓടിച്ചുപോയ 400 ബാല്യക്കാർ അല്ലാതെ അവരിലൊരുത്തിനും ഒഴിഞ്ഞുപോയില്ല. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോന്നു. ദാവീദ് ആടുമാടുകളൊക്കെയും പിടിച്ചു. അവയവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുമ്പായി തെളിച്ചു നടത്തിക്കൊണ്ട്, ഇത് ദാവീദിൻ്റെ കൊള്ള എന്ന് പറഞ്ഞ് ദാവീദിനോട് കൂടെ പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ബേസോർ തോട്ടിങ്കൽ താമസിച്ചിരുന്ന 200 പേരുടെ അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും എതിരേറ്റു ചെന്നു. ദാവീദ് ജനത്തിൻ്റെ സമീപത്ത് വന്ന് അവരോട് കുശലം ചോദിച്ചു. എന്നാൽ ദാവീദിനോട് കൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായ ഏവരും, ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തൻ്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്കൊന്നും കൊടുക്കരുത്, അവരെ അവർ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ്, എൻ്റെ സഹോദരന്മാരെ, നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരീക്ഷയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നവൻ്റെ ഓഹരിയും സാമാനങ്ങൾക്കരികെ താമസിക്കുന്നവൻ്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാംശമായി ഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അന്നു മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. അവൻ അത് ഇസ്രയേലിൽ ഇന്നുവരെയും ചട്ടവും നിയമവും ആക്കി. ദാവീദ് സിഗ്ലാഗിൽ വന്ന ശേഷം യഹൂദ മൂപ്പന്മാരായ തൻ്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരംശം കൊടുത്തയച്ചു. ഇതാ, യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു. ബേഥേലിൽ ഉള്ളവർക്കും തെക്കേ രാമോത്തിലുള്ളവർക്കും യഥീരിലുള്ളവർക്കും അരോവേരിലുള്ളവർക്കും സിഫ്മോത്തിലുള്ളവർക്കും എസ്തമോവയിലുള്ളവർക്കും രാഖായിലുള്ളവർക്കും യെരഹ്മയിലുള്ളവരുടെ പട്ടണങ്ങളിലുള്ളവർക്കും കേന്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും ഹൊർമായിലുള്ളവർക്കും കോർ ആശാനിൽ ഉള്ളവർക്കും അദാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദും അവൻ്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 31-ാം അധ്യായം. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രയേലിയർ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലിനെയും അവൻ്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. ഫെലിസ്ത്യർ ശൗലിൻ്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മെൽക്കീഷുവ എന്നിവരെ കൊന്നു. എന്നാൽ പട ശൗലിൻ്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനിൽ ദൃഷ്ടിവെച്ചു. വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ശൗൽ തൻ്റെ ആയുധ വാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചുവെന്ന് അവൻ്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തൻ്റെ വാളിന്മേൽ വീണ് അവനോട് കൂടെ മരിച്ചു. ഇങ്ങനെ ശൗലും അവൻ്റെ 3 പുത്രന്മാരും അവൻ്റെ ആയുധവാഹകനും അവൻ്റെ ആളുകളൊക്കെയും അന്നൊന്നിച്ച് മരിച്ചു. ഇസ്രയേല്യർ ഓടിപ്പോയി. ശൗലും പുത്രന്മാരും മരിച്ചു എന്ന് താഴ്വരയുടെ അപ്പുറത്തും യോർദാൻ അക്കരെയുമുള്ള ഇസ്രയേല്യർ കണ്ടപ്പോൾ അവർ പട്ടണങ്ങളെ വെടിഞ്ഞ് ഓടിപ്പോകുകയും ഫെലിസ്ത്യർ വന്ന് അവിടെ പാർക്കുകയും ചെയ്തു. പിറ്റന്നാൾ ഫെലിസ്ത്യർ നിഹതന്മാരുടെ വസ്ത്രം ഒരുവാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണ് കിടക്കുന്നത് കണ്ട് അവർ അവൻ്റെ തല വെട്ടി അവൻ്റെ ആയുധവർഗം അടിച്ചെടുത്ത് തങ്ങളുടെ വിഗ്രഹക്ഷേത്രങ്ങളിലും ജനത്തിൻ്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്തെല്ലായിടവും ആളയച്ചു. അവൻ്റെ ആയുധവർഗം അവർ അസ്തോരത്തിൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു.
അവൻ്റെ ഉടൽ അവർ ബേത്ഷാന്റെ ചുവരിന്മേൽ തൂക്കി. എന്നാൽ ഫിലിസ്ത്യർ ശൗലിനോട് ചെയ്ത ഗിലെയാദിലെ യാബേഷ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ട് രാത്രി മുഴുവൻ നടന്നു ചെന്ന് ബേത്ഷാന്റെ ചുവരിൽ നിന്ന് ശൗലിൻ്റെ ശവവും അവൻ്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികളെ എടുത്ത് യാബേഷിലെ പിജുല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. 7 ദിവസം ഉപവസിച്ചു.